എല്ലാ സൗകര്യങ്ങളുടെയും ഒത്ത നടുവിൽ നമുക്കൊരു വീടായാലോ. അത് പാലാ പൊൻകുന്നം റൂട്ടിലെ പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം 3 കിലോമീറ്റർ ദൂരം പോയി കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും 100 മീറ്റർ താഴെ ദൂരമേ ഉള്ളൂ. ആ ദൂരത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുക. 10 സെന്റ് സ്ഥലവും 1820 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന കേരള തനിമയോട് കൂടിയുള്ള വീട്. ചോദ്യവില 1 കോടി രൂപ, നെഗോഷ്യബിൾ. അത് എല്ലാം നല്ല നീറ്റായിട്ടുള്ള ഏറ്റവും നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ഏറ്റവും ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടിരിക്കുന്ന, കണ്ടാൽ ആരും കൊതിച്ചു പോകുന്ന രീതിയിലുള്ള പണികൾ തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങൾ. വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് മാനേജർ ഹോംസിൻ്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുകയാണ്. പാലാ പൊൻകുന്നം റോഡിൽ പാലാ ടൗണിൽ നിന്നും ഉദ്ദേശം 3 കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ ആ കാണുന്നതാണ് ഹൈവേ. ആ ഹൈവേയിൽ നിന്നും വീതിയുള്ളൊരു PWD റോഡ്, ബസ് ഓടുന്ന റോഡിൽ നിന്നും നേരിട്ട് എൻട്രൻസ് ആയിരിക്കുന്ന നല്ലൊരു വീടാണിത്. ഇവിടെ ലാൻഡ് വാല്യൂ നല്ല വാല്യൂ ഉള്ള മേഖലയാണ്. ഇതാണ് നമ്മുടെ റോഡ്. ഒരു പ്ലോട്ടിനപ്പുറം, അതായത് PWD റോഡിൽ നിന്നും ഒരു ഹൗസ് പ്ലോട്ടിനപ്പുറം ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഹൈവേയിൽ നിന്ന്, ഒരു വലിയൊരു ജംഗ്ഷനിൽ നിന്ന് വെറും 50 അല്ലെങ്കിൽ 100 മീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന, അതും PWD ബസ് റൂട്ടിൽ നിന്നും നേരിട്ട് വീട്ടിലേക്ക് എൻട്രൻസ് ആയിട്ടുള്ള നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു വൃത്തിയായിട്ട് തന്നെ പണിതിരിക്കുന്നൊരു വീട്, നല്ല ഭംഗിയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട്. വീടിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാം. ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലവും കൂടി കൂട്ടി വേണമെങ്കിൽ 21 സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള നല്ലൊരു ഫിനിഷിംഗ് ടച്ചായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു ഭംഗിക്ക് ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. മതില് കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തുറന്നിട്ട ഗേറ്റിൻ്റെ ഭാഗം തൊട്ട് നോക്കിയാൽ മതി. നമുക്ക് നല്ലൊരു ബലവത്തായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഗേറ്റ്, മതിൽ എല്ലാം ചെയ്തിരിക്കുക. തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ പറയാം, ഈ വീഡിയോയിൽ കാണുന്ന വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ട്, ഏറ്റവും നല്ല വൃത്തിയായിട്ട്, ഏറ്റവും നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. 10 സെൻറ്റ് സ്ഥലമാണ്. 10 സെൻറ്റ് സ്ഥലത്തിൽ ഇവിടെ ഒരു 1800 സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു വീടാണ്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ഏറ്റവും ടോപ്പ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ തേക്കിൻ്റെ തടി കൊണ്ടാണ് വീടിൻ്റെ ഓരോ നിർമ്മിച്ചിരിക്കുന്നത്. ജനൽപ്പാളികൾ, അതുപോലെ തന്നെ മെയിൻ ഡോറ്, അകത്തെ ഡോറുകൾ, ബാക്ക് ഡോറ്, ഇതെല്ലാം തേക്കിൻ തടി കൊണ്ട് തന്നെയാണ്. കട്ടളയെല്ലാം ആഞ്ഞിലിയാണ്. പാളികളെല്ലാം തേക്കാണ്. മുഴുവൻ പാളികളും തേക്ക് തന്നെയാണ്. തേക്കിനെ നമ്മൾ തേക്കായിട്ട് തന്നെ പറയും. മറ്റ് രീതികളാണെങ്കിൽ, അല്ലെങ്കിൽ മഹാഗണിക്ക ചെയ്തിരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് തേക്കിൻ തടി കൊണ്ട് തന്നെയാണ്. നല്ലൊരു ഹാൻഡിൽ എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ നല്ലൊരു വാമും വൈറ്റും കളർന്ന നല്ലൊരു ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളാണ് നമ്മളിവിടെ കാണുക. നല്ലൊരു കളർഫുള്ളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മനസ്സിന് ക്യൂട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു വീടാണ് എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിച്ചത്. ഡൈനിങ് ഹാളിൽ അതും എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു വീട്. ഏറ്റവും ക്വാളിറ്റിയോട് നിർമ്മിക്കപ്പെട്ടതും എന്നാൽ ഏറ്റവും നല്ല വൃത്തിയായിട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മാത്രം പോരാ, ചെയ്യുന്ന ലേബേഴ്സ് നല്ല രീതിയിൽ ചെയ്യുന്നവരായിരിക്കണം, നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ഒരു വീട് എന്നാണ് ഇതിനെപ്പറ്റി എടുത്ത് പറയത്തക്കതായിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ ഓരോ ബെഡ്റൂമിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അകത്തോട്ടുള്ള ഡോറുകൾ, ബെഡ്റൂമുകളുടെ ഡോറുകളാണെങ്കിലും എല്ലാം നല്ലൊരു കണ്ടമാനം കൊത്തുപണികൾ ചെയ്യുന്നതുകൊണ്ടല്ല, എപ്പോഴും ഇപ്പോൾ ആ ഒരു സ്റ്റൈലൊക്കെ പോയി, പൂവും കായൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന അങ്ങനത്തെ ഒരു സ്റ്റൈലൊക്കെ പോയി. ചെയ്യുന്ന വർക്കുകളെല്ലാം ഏറ്റവും ക്യൂട്ടായിട്ട് തന്നെ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓരോ വീടിൻ്റെയും ക്വാളിറ്റി എന്ന് പറയുന്നത്. ടൈലാണെങ്കിലും ടൈൽ ഏറ്റവും കൂടിയ ടൈലെടുത്ത് കൊടുത്താലും ചെയ്യുന്ന പണിക്കാർ ചെയ്യുന്നത് നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ വില കൂടി ടൈല് കൊണ്ടൊരു പ്രയോജനമില്ല എന്നുള്ളതായി പോവും.
ഇതാണ് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. എല്ലാം സെറ പോലെയുള്ള ഏറ്റവും നല്ല കമ്പനിയുടെ മെറ്റീരിയലുകൾ തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ജാഗ്വാറിൻ്റെ പൈപ്പുകൾ, അതുപോലെ തന്നെ ടവൽ വയ്ക്കാനായിട്ടുള്ള സ്പേസ്, ഇതെല്ലാം ഈ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഡ്രൈ ഏരിയ നമുക്ക് അല്ലെങ്കിൽ ബാത്ത് ഏരിയ നമുക്ക് പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ ബാത്റൂം സ്പേസ് ഉള്ളത്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റുകളിൽ ചൂടുവെള്ളത്തിൻ്റെ പ്ലംബിംഗ് ചെയ്തിട്ടുണ്ട്. സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക. നല്ല ജനൽപ്പാളികൾ, സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഒരു എയർ സർക്കുലേഷൻ വീടിനകത്തേക്ക് കറക്റ്റുമായി കടന്നു വരാവുന്ന രീതിയിൽ എയർ സർക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. ജനൽപ്പാളികൾ ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് തന്നെയാണ്. ഫൈബറിൻ്റെ ഡോറാണ് ബാത്റൂമിന് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില 1 കോടി രൂപയാണ്. കാരണം ഇവിടെ സ്ഥലത്തിന് മൂല്യമുണ്ട് എന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. സ്ഥലത്തിന് നല്ല വിലയുള്ളൊരു മേഖലയിലാണ് ഈ 10 സെൻറ്റ് സ്ഥലത്തിൽ ഈ വീട് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളാവട്ടെ, ബാത്റൂം ഫിറ്റിങ്സുകളാവട്ടെ, പൈപ്പുകളാവട്ടെ, എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്. നാട്ടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് കടകളിലേക്കൊക്കെ പോകുവാൻ സൂപ്പർ മാർക്കറ്റ്, ഹോട്ടലുകൾ, അതുപോലെ തന്നെ ബേക്കറി, കോൾഡ് സ്റ്റോറേജ്, ബാങ്ക്, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളിലേക്കും പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 100 മീറ്ററിൽ താഴെയാണ്. അതുപോലെ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ് 24 മണിക്കൂറും വാഹന സൗകര്യം, ബസ് സൗകര്യങ്ങളുള്ള ബസ് സ്റ്റോപ്പുമായിട്ട് ഉള്ള ദൂരം എന്ന് പറയുന്നതും ഈ 100 മീറ്ററിൽ താഴെയാണ്. എല്ലാ സൂപ്പർ ഫാസ്റ്റുകൾ സഹിതം, സൂപ്പർ ഡീലക്സുകൾ സഹിതം എല്ലാ വാഹനങ്ങളും നിർത്തുന്ന ഒരു ബസ് സ്റ്റോപ്പ് തന്നെയാണ്. RC ചർച്ചിലേക്ക് പോകാനായിട്ടുള്ള ദൂരം മെയിൻ ഹൈവേയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു 600 മീറ്റർ ദൂരം, മെയിൻ ഹൈവേയിലേക്ക് ഒരു 100 മീറ്റർ താഴെ ദൂരം, അവിടുന്ന് ഒരു 600 മീറ്റർ 700 മീറ്റർ ദൂരം മാത്രമാണ് RC ചർച്ചിലേക്ക് പോകാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ടൊരു 1 കിലോമീറ്റർ ദൂരം പ്രതീക്ഷിക്കാം. പൂവരണി അമ്പലം. പാല, പൈക അല്ലെങ്കിൽ ഈ ചുറ്റുവട്ടത്തിലുള്ള പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, ഈ മേഖലകളിലുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിന് സമീപത്തോടി പോകുന്നതാണ്. കോട്ടയത്തേക്ക് ജോലിക്ക് പോകേണ്ടവർക്കാണെങ്കിലും ഇവിടെ നിന്ന് നേരെ പോകുന്ന ബസ് പള്ളിക്കത്തോട്, മറ്റക്കര, കോട്ടയം പോകുന്ന ബസ് റൂട്ടാണിത്. ആ ബസ് റൂട്ടിൽ നിന്നാണ് നേരിട്ട് എൻട്രൻസ് ആയിട്ട് ഈ വീട് ചെയ്തിരിക്കുക. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഹോസ്പിറ്റൽ, ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. അതുപോലെ തന്നെ മെഡിസിറ്റി പോലെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരവും അധികമില്ല. എളുപ്പ വഴിയാണ്. 5 മിനിറ്റും കൊണ്ടൊക്കെ വേണം 5-10 മിനിറ്റ് പോലും എടുക്കാത്ത രീതിയിൽ മെഡിസിറ്റി ചെല്ലാവുന്ന രീതിയിലുള്ള നല്ല ഷോർട്ട് കട്ട് വഴികളൊക്കെ ഉള്ള മേഖലയാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റുകൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കാണ് നമ്മൾ ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂം കണ്ടു. നല്ല ഇൻറ്റീരിയർ വർക്കോട് കൂടിയാണ് ഹോളും ഡൈനിങ്ങും ചെയ്തിരിക്കുക. ഡൈനിങ് ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. ഇനി ഈ വീടിൻ്റെ ഏറ്റവും മനോഹരവും ഏറ്റവും പ്രാധാന്യമുള്ളതുമായ കിച്ചണിലേക്കാണ് നമ്മൾ കയറുക. കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുക. നല്ല കാതലുള്ള നല്ല തേക്കിൻ തടികളാൽ നിർമ്മിതമായ കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു കിച്ചണാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. ഇഷ്ടംപോലെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് 2 സൈഡിലെയും കബോർഡ് വർക്കുകൾ. നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള എന്നാൽ നല്ല ചെറിയ ഡിസൈനോട് കൂടിയുള്ള നല്ല കബോർഡ് വർക്കുകളാണ്. ഇതിൻ്റെ ആശാരിപ്പണിയൊക്കെ സമ്മതിക്കേണ്ട ആശാരിപ്പണിയാണ്. കാരണം അതുപോലെ നല്ല ഒരു പ്ലെയിൻ ആണ്, എന്നാൽ വളരെ നീറ്റാണ്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനുകൾ ചെയ്തിരിക്കുക.
ഇവിടെ ഒരു സ്റ്റൗവ്, ഇലക്ട്രിക് ചിമ്മിനി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ്. വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് വർക്ക് ഏരിയയിൽ നല്ല തടി കൊണ്ടുള്ള, തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ്. റൂഫ് വർക്കിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഈ വർക്ക് ഏരിയയിൽ നിന്നാണ് കൊടുത്തിരിക്കുക. അത് തന്നെ നല്ലൊരു സൗകര്യമാണ്. കാരണം നമുക്ക് ആ മുകളിലേക്ക് കയറുവാൻ, ഇനി മുകളിലോട്ടൊരു നില പിടിച്ച ഒരു ബെഡ്റൂമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും സ്റ്റെയർ കേസ് ഈ വീടിനകത്തുനിന്ന് തന്നെയാണ് വന്നിരിക്കുക. ഇത് കംപ്ലീറ്റ് നെറ്റടിച്ച് കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേളിൽ കൊണ്ടിടുവാനും, വാഷിംഗ് മെഷീൻ മുകളിൽ വെച്ച് തുണിയിലൊക്കെ അവിടെ തന്നെ ഉണങ്ങാനിടുവാനും എല്ലാം വീടിനകത്ത് തന്നെ എപ്പോഴും സെക്യൂറാണ്. രാത്രിയൊക്കെ ആണെങ്കിലും മുകളിലേക്ക് കയറുവാനും കാര്യങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം സെക്യൂറായിട്ട് എല്ലാം കവർ ചെയ്ത് പോയിരിക്കുന്ന നല്ലൊരു രീതിയിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുക. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. മൊത്തം ഒരു വർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളതും ഏറ്റവും ഭംഗിയായിട്ടുള്ളതും നല്ല എൻജിനീയറിംഗ് വൈദഗ്ധ്യത്തോടു കൂടിയുമുള്ള നല്ലൊരു വീടാണ് ഇവിടെ എന്ന് നമ്മൾ പറഞ്ഞത്. ഇത് നേരെ കാണുന്നതാണ് വാഷ് ഏരിയ. ഓരോന്നിനും അതിൻ്റേതായ ഭംഗിയും വൃത്തിയോടും കൂടിയാണ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ വീടും സ്ഥലവും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ പുതിയ വീഡിയോയുമായി മീനച്ചിൽ ഹോംസ് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അപ്പോൾ വീണ്ടും ഗുഡ് ബൈ.